പ്രിയമുള്ള വിദ്യാർത്ഥികളെ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് ഐടെക് ഡിജിറ്റൽ സർവീസസ് ആൻഡ് CSE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണല്ലോ. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പല വിദ്യാർത്ഥികൾക്കും ആപ്ലിക്കേഷൻ എങ്ങനെ നൽകാം എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ ഇല്ലാത്തതിൻ്റെ പേരിൽ വലിയ ടെൻഷൻ അടിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് സഹായകമാകുന്ന രീതിയിൽ ഒരു വീഡിയോ തയ്യാറാക്കുക എന്നതാണ് ഇന്നത്തെ ഉദ്ദേശം. അപ്പോൾ നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി UG അഡ്മിഷൻ അല്ലെങ്കിൽ കാലിക്കറ്റ് UG അഡ്മിഷൻ 2025 എന്നൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനൊരു സാധനം കാണും, FYUGP, അതായത് 4 ഇയർ UG ആണ് ഉദ്ദേശിക്കുന്നത്. 4 വർഷമാക്കിയിട്ടുണ്ടല്ലോ ഡിഗ്രി കോഴ്സുകൾ മിക്കതും. അതുകൊണ്ട് തന്നെ ഈ ഒരു ലിങ്കിൽ പ്രവേശിക്കുമ്പോൾ നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഡിഗ്രിക്ക് അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പായിട്ട് പല കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എവിടേക്കാണ് കോളേജുകൾ വരുന്നത്, ഏതെല്ലാം കോഴ്സുകളാണ് നമുക്ക് താല്പര്യമുള്ളത്, അവിടുത്തെ ഫീസ് ഘടന എന്തൊക്കെയാണ്, യാത്രാ സൗകര്യം എങ്ങനെയുണ്ട്, ഹോസ്റ്റൽ ലഭ്യത ഉണ്ടോ, നമുക്ക് അവിടുത്തെ മറ്റു ഫെസിലിറ്റീസ് എന്തൊക്കെയാണ്, ഇൻഫ്രാസ്ട്രക്ചർ, ഫാക്കൽറ്റി എങ്ങനെയൊക്കെയാണ്, അങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികൾ ചിന്തിക്കേണ്ടതുണ്ട്. ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് പറഞ്ഞാൽ നമ്മുടെ കരിയർ നിർണ്ണയിക്കുന്ന ഈ ഒരു മേഖലയിലേക്ക് നമ്മൾ ചുവട് വെക്കുമ്പോൾ നമ്മൾ ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് 99% കുട്ടികളും പ്രധാനമായിട്ടും ചിന്തിക്കുന്നത്. എന്നാൽ 1% കുട്ടികൾക്ക് അങ്ങനെ ഒരു കോഴ്സ് പ്രത്യേകിച്ച് താല്പര്യമൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. ഏത് കോഴ്സ് പഠിച്ചാലും ഓക്കെയാണ്, എനിക്ക് ഏതെങ്കിലും ഒരു കോഴ്സ് ഡിഗ്രി പഠിച്ചാൽ മതി, അത് നല്ലൊരു സ്ഥാപനത്തിലാവണം, ഇന്ന സ്ഥാപനത്തിലാവണം ഞാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള അവിടുന്ന് ബസ്സിന് പോയി വരാൻ പറ്റുന്ന ദൂരമുള്ള ഇന്നൊരു സ്ഥാപനത്തിലായിരിക്കണം എന്നുള്ള ചിന്താഗതിക്കാരുണ്ട് 1% ആളുകൾ. എന്നാൽ ഭൂരിഭാഗം ആളുകളും അവർക്ക് വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ടാവും, ഇന്ന കോഴ്സ് അവർ ഡിഗ്രിക്ക് പഠിച്ചിരിക്കണം എന്ന് തീരുമാനിച്ചവരായിരിക്കും. UG അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ CAP പോർട്ടൽ വഴി ആപ്ലിക്കേഷൻ സമർപ്പിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ക്രമീകരിക്കാനുള്ള കാര്യമാണ്. 20 ഓപ്ഷൻ വരെ നമുക്ക് കൊടുക്കാം. ആ 20 ഓപ്ഷൻ മുൻഗണനാ ക്രമത്തിൽ തന്നെ തയ്യാറാക്കിയിരിക്കണം. 15ാമത്തെ ഓപ്ഷനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നുണ്ടെങ്കിൽ അതിന് താഴെയുള്ളതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ക്യാൻസൽ ആയി പോകും. അപ്പോൾ നമ്മളെപ്പോഴും പഠിക്കും എന്ന് ഉറപ്പുള്ള കോഴ്സ്, പഠിക്കാൻ സാധിക്കും എനിക്ക് കഴിയുന്നുള്ള ഉറപ്പുള്ള കോഴ്സ് ആ ക്രമത്തിൽ തന്നെ മുൻഗണന വയസ്സ് തന്നെ തയ്യാറാക്കിയിരിക്കണം. 15ാമത്തെ ഓപ്ഷൻ കിട്ടി, അതിൻ്റെ അടിയിലുള്ളതെല്ലാം ക്യാൻസൽ ആയി പോയ ശേഷം അയാൾ എനിക്ക് 17ാമത്തെ കൊടുത്തായിരുന്നു കൂടുതൽ താല്പര്യം, അല്ലെങ്കിൽ അതായിരുന്നു എനിക്ക് കിട്ടേണ്ടിയിരുന്നത് എന്ന് ചിന്തിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ മുൻഗണനാ ക്രമത്തിൽ ആദ്യം താല്പര്യമുള്ളത് മാത്രം മുന്നിൽ കൊടുക്കുക. അതുപോലെ ഫീസും കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കി സെൽഫ് ഫിനാൻസിങ് താഴേക്ക് കൊടുക്കാൻ ശ്രമിക്കുക. വീഡിയോ പൂർണ്ണമായി കേട്ടാൽ ഉപകാരപ്പെടും. ഇതിൽ വിവിധ കാര്യങ്ങളാണ് പറയുന്നത്, എങ്ങനെയാണ് കോഴ്സുകൾ തിരഞ്ഞെടുക്കേണ്ടത്, എങ്ങനെയാണ് കോളേജ് വൈസ് ആയിട്ട് നമ്മൾ ഇതിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കേണ്ടത്, ഇൻഡെക്സ് സ്കോർ വെച്ചിട്ട് എങ്ങനെ നമുക്ക് കിട്ടാനുള്ള സാധ്യതയുള്ള കോളേജുകൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കൂടാതെ സെൽഫ് ഫിനാൻസിങ് എയ്ഡഡിൽ തന്നെ സെൽഫ് ഫിനാൻസിങ് വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൻ്റെ ഫീസ് ഘടനകൾ, മറ്റ് കോസ്റ്റ് ഷെയറിംഗ്, യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് കോളേജുകളിലുള്ള കോഴ്സുകൾ, അതിൻ്റെയൊക്കെ ഫീസ് ഘടന എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അല്ലെങ്കിൽ ആവശ്യാനുസരണം സ്കിപ്പ് ചെയ്ത് മുന്നോട്ട് പോയി കാണാവുന്നതാണ്. ഏതായാലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള കോഴ്സുകൾ എങ്ങനെ തിരഞ്ഞെടുക്കാം, വിവിധ സ്ഥാപനങ്ങൾ എവിടേക്കാണ് വരുന്നത് എന്നൊക്കെ എങ്ങനെ കണ്ടെത്താം, അവിടുത്തെ ഫീസ് ഘടന എങ്ങനെയൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കാനാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ ഈ ഒരു ഔദ്യോഗിക വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തന്നു. admissions.uoc.ac.in എന്നുള്ള വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞിട്ടാണെങ്കിൽ ഇങ്ങനെ ഒരു ഇത് കാണിക്കും. അതിൽ താഴേക്ക് സ്ക്രോൾ ചെയ്താൽ ഫീ സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു ലിങ്ക് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വിവിധ കോഴ്സുകളിലേക്കുള്ള വിവിധ സ്ഥാപനങ്ങളിലേക്കുള്ള ഫീസ് ഘടന മനസ്സിലാക്കാൻ പറ്റും. ഫീസ് എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ എയ്ഡഡ് സ്ഥാപനമായിരിക്കാം, പക്ഷേ അവിടുത്തെ ചില സബ്ജക്റ്റുകൾ, ചില കോഴ്സുകൾ സെൽഫ് ഫിനാൻസിങ് ആയിരിക്കാം. അപ്പോൾ അതിന് ഫീസ് ഉണ്ടാവും. എയ്ഡഡ് കോഴ്സിൻ്റെ ഫീസ് അല്ല സെൽഫ് ഫിനാൻസിങ്ങിൽ വരുന്നത്. അപ്പോൾ ഫീസിൻ്റെ ഘടന നമ്മൾ മനസ്സിലായിരിക്കണം. അതുപോലെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എയ്ഡഡ് സ്ഥാപനങ്ങളിൽ വരുന്ന സെൽഫ് ഫിനാൻസിങ് കോഴ്സുകളാണെങ്കിൽ അത് പ്രത്യേകം നോക്കിയും കണ്ടും തന്നെ സെലക്ട് ചെയ്യാം. ഫീസ് കൊടുത്ത് പഠിക്കേണ്ടി വരും എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു സർക്കുലർ വായിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. SC OIC ചില വിദ്യാർത്ഥികൾക്കൊക്കെ ഫീസ് ഇളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഗവൺമെൻറ് ഫീസിനെ കുറിച്ചാണ് ഈ കാര്യത്തിൽ പറയുന്നത്. ഫീസ് സ്ട്രക്ചർ ഫോർ UG കോഴ്സസ് ഇൻ ഗവൺമെൻറ് ഓർ എയ്ഡഡ് കോഴ്സ്. ഗവൺമെൻറ് കോളേജുകളായാലും എയ്ഡഡ് കോളേജുകളായാലും ഫീസ് ഏകദേശം ഒരുപോലെയാണ് വരുന്നത്. മാറ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ കെട്ടിടം കാര്യങ്ങളൊക്കെ സജ്ജീകരിച്ചിരിക്കുന്നത് ഗവൺമെൻറ് ആയിരിക്കും. ഗവൺമെൻറ്റിൻ്റെ കാര്യത്തിൽ എയ്ഡഡ് കോളേജിലാണെങ്കിൽ അതെല്ലാം സജ്ജീകരിച്ചിരിക്കുന്നത് ആ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പുകാരായിട്ടുള്ള മാനേജിംഗ് കമ്മിറ്റി ആയിരിക്കും. അതാണ് മാറ്റം. അപ്പോൾ ഏതായാലും അതിൻ്റെ ഫീസ് ഘടന എന്ന് പറയുമ്പം വളരെ കുറവാണ്. BA BSc പോലത്തെ അവർക്ക് 1050 രൂപയാണ് ട്യൂഷൻ ഫീ വരുന്നത്. അതേസമയം BSc പോലത്തെ പ്രാക്ടിക്കൽ മറ്റൊക്കെ വരുന്നതിന് കൂടുന്നുണ്ട്, 3150 രൂപ പ്ലസ് വരുന്നുണ്ട്. പിന്നെ മറ്റു അനുബന്ധ ഫീസുകളുണ്ട് കേട്ടോ. ലൈബ്രറി ഫീസ്, അസോസിയേഷൻ ഫീ തുടങ്ങിയ മെട്രിക്കുലേഷൻ ഫീ, ഓഡിയോ വിഷ്വൽ ഫീ, അങ്ങനെ ഒരുപാട് അനുബന്ധ ഫീസുകളുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നിങ്ങൾക്ക് കൂട്ടിയൊക്കെ അറിയാൻ പറ്റും ഏകദേശം എത്ര രൂപ വരും എന്നുള്ളത്. അതാണ് ഗവൺമെൻറ് അല്ലെങ്കിൽ എയ്ഡഡ് സ്ഥാപനങ്ങളിലെ ഫീസ് ഘടന. പിന്നെ അത് കൂടാതെ ലാബിനും മറ്റും എക്സ്ട്രാ ഫീ വരുന്നുണ്ട്, അതവിടെ പറയുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഫീ സ്ട്രക്ചർ ഫോർ സെൽഫ് ഫിനാൻസിങ് UG കോഴ്സസ് ഇൻ എയ്ഡഡ് ഓർ സെൽഫ് ഫിനാൻസിങ് കോളേജ്. നേരത്തെ പറഞ്ഞല്ലോ, എയ്ഡഡ് സ്ഥാപനങ്ങളിലും എയ്ഡഡ് കോഴ്സും ഉണ്ട്, അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിങ് കോഴ്സുകളും ചില കോളേജുകളുണ്ട്. അതേസമയം പക്ക സെൽഫ് ഫിനാൻസിങ് കോഴ്സുകൾ മാത്രമുള്ള കോളേജുകളുമുണ്ട്. അപ്പോൾ അതിലേക്ക് ഉള്ള ഫീ ആണ്, അതായത് സെൽഫ് ഫിനാൻസിങ് കോഴ്സുകളിലെ ഫീസ് ഘടനയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിരിക്കണം. നമുക്ക് ഇന്ന കോഴ്സ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് സാമ്പത്തികമായിട്ട് താങ്ങാൻ കഴിയും എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം സെലക്ട് ചെയ്യാൻ. പിന്നെ താഴേക്ക് വരുമ്പോൾ ഫീ സ്ട്രക്ചർ ഫോർ സെൽഫ് ഫിനാൻസിങ് UG കോഴ്സസ് ഇൻ കോളേജ് അപ്ലൈഡ് സയൻസ് മാനേജ്ഡ് ബൈ IHRD. IHRDക്ക് കീഴിലുള്ള അപ്ലൈഡ് സയൻസ് കോളേജുകളിലെ ഫീസ് വ്യത്യസ്തമാണ്, അതിവിടെ പറയുന്നുണ്ട്. അതുപോലെ
അതുപോലെ അതിൻ്റെ താഴേക്ക് ഫീസ് സ്ട്രക്ചർ ഫോർ യു ജി കോഴ്സസ് യു ജി സിറ്റിംഗ് യൂണിവേഴ്സിറ്റി സെൽഫ് ഫിനാൻസിംഗ് സെൻറ്റേഴ്സ്. യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള സെൽഫ് ഫിനാൻസിംഗ് സെൻ്ററുകളുണ്ട്. അതിൻ്റെ ഫീസ് ഘടന അവിടെ പറയുന്നുണ്ട്. നമ്മൾ യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ അവർ നേരിട്ട് നടത്താണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഫീസിൽ കുറവുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കേണ്ട. അവിടെയും അത്യാവശ്യം ഫീ വരുന്ന കാര്യങ്ങളൊക്കെ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് എലിജിബിലിറ്റി ആൻഡ് ഇൻഡെക്സ് എന്ന് പറയുന്നതാണ്. അതായത് നമ്മളെ ഇൻഡെക്സ് സ്കോർ, നമ്മുടെ യൂണിവേഴ്സിറ്റി നമ്മളെ അഡ്മിഷൻ നേടുന്നത് നമ്മുടെ ഇൻഡെക്സ് സ്കോർ പരിഗണിച്ചിട്ടാണ്. അപ്പം അത് എങ്ങനെയാണ് കണ്ടെത്തുന്നതും നമുക്ക് വിവിധ കോഴ്സുകൾക്ക് എന്തൊക്കെയാണ് യോഗ്യതാ മാനദണ്ഡം എന്നുള്ളത് അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് ഈ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എലിജിബിലിറ്റി ആൻഡ് ഇൻഡെക്സ് എന്നുള്ള പേജിലേക്കാണ് അത് നമ്മൾ കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ക്ലിക്ക് ചെയ്താൽ മനസ്സിലാകും ഓരോരോ കോഴ്സിനും വ്യത്യസ്തമായ എലിജിബിലിറ്റി ആൻഡ് ഇൻഡെക്സിംഗ് റൂൾസ് ഉണ്ട്, മനസ്സിലാക്കാൻ പറ്റും. ഉദാഹരണത്തിന് നമ്മൾ ലാംഗ്വേജ് എന്നുള്ള ക്ലിക്ക് ചെയ്താൽ അതിൽ BA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ഹോണേഴ്സ് 4 വർഷത്തെ BA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എന്നുള്ള കോഴ്സാണ് നമ്മൾ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ മാനദണ്ഡം എന്താണുള്ളത്, ആ യോഗ്യതാ മാനദണ്ഡം എന്താണെന്നുള്ളത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. HSC പഠിച്ചവരായിരിക്കണം എന്നുള്ളത്. പിന്നെ ഇൻഡെക്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇപ്പോൾ നമുക്ക് 1200-ൽ 1000 മാർക്ക് കിട്ടുന്നത്, അതാണ് നമ്മുടെ ടോട്ടൽ മാർക്സ് 1000 പ്ലസ് ട്വൈസ് ദ മാർക്സ് സെക്യൂർഡ് ഇൻ ഇംഗ്ലീഷ്. ഇപ്പോൾ ഇംഗ്ലീഷിൽ കുട്ടിക്ക് 200 മാർക്കാണ് കിട്ടുന്നതെങ്കിൽ അതിനെ 2 കൊണ്ട് വിളിച്ചാൽ 200 × 2 400 മാർക്ക്. 400 മാർക്സ് പ്ലസ് ടോട്ടൽ മാർക്സ് എന്ന് പറഞ്ഞാൽ 1000 ആണ് കിട്ടിയതല്ലോ. അപ്പോൾ 1000 + 400 ആണ് 1400. പിന്നെ എ വെയിറ്റേജ് ഓഫ് 20 മാർക്സ് വിൽ ബി ഗിവൻ ടു ദോസ് ഹു ഹാവ് സ്റ്റഡിഡ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റ് ഇംഗ്ലീഷ് ആസ് ഓപ്ഷണൽ സബ്ജക്റ്റ്. അപ്പോൾ അങ്ങനെ ആ വിഷയങ്ങൾ ഓപ്ഷണലായിട്ട് പഠിച്ചവർക്ക് ഒരു 20 മാർക്ക് എക്സ്ട്രാ ഉണ്ടാവും. അപ്പം 1000 + 400 + 200 1420 ആണ് ആ കുട്ടിക്കുള്ള ഇൻഡെക്സ് മാർക്ക്. അതായത് ഈ വിഷയം ഈ കോഴ്സിൽ ഈ കുട്ടികളെ അതായത് BA ഇംഗ്ലീഷ് ലാംഗ്വേജ് ലിറ്ററേച്ചർ എന്നുള്ള കോഴ്സിന് ആ കുട്ടിക്ക് 1420 ആണ് ഇൻഡെക്സ് സ്കോർ വരുന്നത്. പലരും ചോദിക്കേണ്ടത് ഈ ഒരു കോഴ്സിൽ ഇൻ്റെ മാർക്ക് വെച്ചിട്ട് കിട്ടാൻ സാധ്യത ഉണ്ടോ ഇന്ന കോളേജിൽ എന്നുള്ളത് പലരും ചോദിക്കേണ്ടത്. അവർക്ക് ഉത്തരമാണ് പറയാൻ പോകുന്നത്. അപ്പം ഇത് ക്ലോസ് ചെയ്യുന്നു. ഇനി കഴിഞ്ഞ വർഷം ഇന്ന കോളേജിൽ ഇന്ന കോഴ്സ് പഠിക്കാൻ കയറിയ കുട്ടിയുടെ അവസാനത്തെ ഇൻഡെക്സ് സ്കോർ എത്ര എന്നുള്ളത് കണ്ടെത്തിയാൽ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടും. അതായത് ഇന്ന സ്ഥാപനത്തിൽ ഇന്ന കോഴ്സ് പഠിക്കാൻ ഇൻ്റെ ഈ മാർക്ക് വെച്ച് കിട്ടാൻ സാധ്യത ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാനാണ് നമ്മൾ ഇത് നോക്കുന്നത്. അപ്പോൾ അതിനെന്താ ചെയ്യണമെന്ന് പറഞ്ഞുതരാം. ഹോം പേജിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു ലിങ്ക് കാണാം, പ്രീവിയസ് ഇൻഡെക്സ് മാർക്ക് 2024. അവിടെ ക്ലിക്ക് ചെയ്താൽ 2024 വിവിധ കോളേജുകളിൽ വിവിധ കോഴ്സിന് കയറിയ കുട്ടികളുടെ അവസാനത്തെ ഇൻഡെക്സ് മാർക്ക് നമുക്ക് കാണാൻ പറ്റും. ഉദാഹരണത്തിന് ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് 4 ഇയർ UG ആണ്. പ്രോഗ്രാം എന്നുള്ളത് നമ്മൾ ഇഷ്ടപ്പെട്ട പ്രോഗ്രാം നോക്കുന്നു. ഉദാഹരണത്തിന് BBA. പിന്നെ ജില്ല തിരഞ്ഞെടുക്കുന്നു, മലപ്പുറം കൊടുത്തു, സെർച്ച് കൊടുക്കുന്നു. ഇപ്പോൾ BBA പ്രൊവൈഡ് ചെയ്യുന്ന വിവിധ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അതിൽ നിങ്ങൾ ഇങ്ങോട്ട് നീക്കി നോക്കണപ്പോഴാണ് ഫുള്ളായിട്ടുള്ള വിവരങ്ങൾ കാണാൻ പറ്റുക. ഉദാഹരണത്തിന് ഗവൺമെൻറ് കോളേജ് മങ്കട എയ്ഡഡ് സ്ഥാപനമാണ്. അവിടെ ജനറൽ വിഭാഗക്കാർക്ക് ഇൻഡെക്സ് സ്കോർ കിട്ടിയിരിക്കുന്നത് 1072 യുവ മുസ്ലിം അങ്ങനെ വിവിധ വിഭാഗക്കാർക്ക് അവിടെ അലോട്ട് ചെയ്തിരിക്കുന്ന അവസാനത്തെ ഇൻഡെക്സ് സ്കോർ എന്നുള്ളത് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഇത്തവണ ഒരു ചാൻസ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഏകദേശം ആ ഒരു മാർക്ക് വെച്ചിട്ട് നമുക്ക് അവിടെ കയറാൻ പറ്റും എന്നുള്ളത്. ഇനി അടുത്തത് നമുക്ക് മനസ്സിലാക്കാനുള്ളത് കോഴ്സുകൾ എന്തൊക്കെയാണെന്നുള്ളത് അല്ലെങ്കിൽ കോളേജുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു ഭാവിയെക്കുറിച്ചുള്ള വ്യക്തമായ ചിന്ത ഉണ്ടായിരിക്കണം. ഇന്ന കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ കോഴ്സിനെ കുറിച്ച് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഒന്ന് അറിവുള്ള ആളോട് ചോദിച്ച് മനസ്സിലാക്കുക. അല്ലെങ്കിൽ യൂട്യൂബ് പോലത്തെ മാധ്യമങ്ങൾ ഉപയോഗിച്ചിട്ട് ആ കോഴ്സ് എന്താണ് കൃത്യമായിട്ട് മനസ്സിലായിരിക്കുക. അതിന് സിലബസ് എങ്ങനെയൊക്കെ വരുന്നുണ്ട്, അത് നമുക്ക് പഠിക്കാൻ കഴിയോ, നമുക്ക് പഠിച്ചാൽ പൊട്ടുമെന്ന് ചോദിക്കില്ല. അതേപോലെ ഇത് നമുക്ക് പഠിക്കാൻ കഴിയോ, ഇത് പഠിച്ചാൽ എന്തൊക്കെയാണ് ജോലി സാധ്യതകൾ എന്നൊക്കെ കൃത്യമായിട്ട് സമയം എടുത്തിട്ട് നമ്മൾ യൂട്യൂബിൽ മറ്റും ഇതിനെക്കുറിച്ച് അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മൾ കൃത്യമായ ഒരു ചിത്രം ഉണ്ടാക്കിയിരിക്കണം. അല്ലാതെ ജസ്റ്റ് ചങ്ങായിമാർ കൊടുക്കുന്ന അല്ലെങ്കിൽ ചങ്ങാഴ്ചകൾ കൊടുക്കുന്ന കോഴ്സ് ഇന്നതാണ് അല്ലെങ്കിൽ കുടുംബക്കാരിൽ എൻ്റെ താത്ത പഠിച്ചത് ആ കോഴ്സാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇന്നൊരു കോഴ്സിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നതിന് പകരം വ്യക്തമായി അതിനെക്കുറിച്ച് നമ്മൾ ഒരു റിസർച്ച് നടത്തിയിട്ട് നമ്മളെ താല്പര്യവും അഭിരുചിയൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ നമുക്കത് പഠനം രസകരമാകും അല്ലെങ്കിൽ അത് ഫലവത്താവും എന്നതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ യൂട്യൂബിൽ മറ്റൊക്കെ നോക്കിയിട്ട് നല്ലൊരു കോഴ്സ് തീരുമാനിച്ച ശേഷം നമ്മൾ ആദ്യം തന്നെ ഈ നേരത്തെ പറഞ്ഞ സൈറ്റിലേക്ക് കയറും. മുകളിൽ ഇവിടെ ഈ 3 ഡോട്ട്സ് കാണും അല്ലെങ്കിൽ 3 ലൈൻസ് കാണും. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് വിവിധ കോഴ്സുകൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കീഴിൽ പ്രൊവൈഡ് ചെയ്യുന്ന കോളേജുകൾ മനസ്സിലാക്കാനുള്ള ലിങ്കിലേക്ക് പ്രവേശിക്കാൻ കഴിയും. അപ്പോൾ ഈ കോഴ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ 99% കുട്ടികളും ഇന്ന കോഴ്സ് പഠിക്കണം എന്ന് ആഗ്രഹിച്ച് വരുന്നവരാണ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവർക്ക് ആ കോഴ്സ് കണ്ടെത്താൻ സഹായകമാകുന്ന ഫിൽറ്ററും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇനി 1% കുട്ടികൾ അവർക്ക് ഏത് കോഴ്സായാലും കുഴപ്പമില്ല, എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരു കോളേജിൽ നല്ല ഏതെങ്കിലും ഒരു കോഴ്സ് ഏത് കോഴ്സായാലും കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു കോഴ്സ് പഠിച്ചാൽ മതി എന്നുള്ള കുട്ടികളുണ്ടാവും. അപ്പോൾ അവർക്ക് അത് കണ്ടെത്താൻ സഹായിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ 3 ലൈൻസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കോളേജ് എന്നുള്ള ഓപ്ഷനാണ്. അപ്പോൾ ഇതിൽ അവർക്ക് കോളേജുകൾ കണ്ടെത്താനുള്ള ഓപ്ഷൻസാണ് ഫിൽറ്ററാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞ 99% കുട്ടികളെ കേസിലേക്കാണ് നമ്മൾ വരുന്നത്. അതായത് അവർക്ക് വ്യക്തമായ ധാരണ ഉണ്ടാവും ഇന്ന കോഴ്സ് പഠിച്ചിരിക്കണം എന്നുള്ളത്. അപ്പോൾ അവർ ആദ്യം ഒരു പേനയും കടലാസും എടുത്തിട്ട് എന്ത് ചെയ്യുക, അവർ 1, 2, 3 കോഴ്സുകളെ കുറിച്ച് അവർ മനസ്സിലാക്കിയിരിക്കണം. ഏറ്റവും കൂടുതൽ പഠിക്കാൻ താല്പര്യമുള്ള കോഴ്സ് ഏതാണുള്ളത് ആദ്യം. ഇനി അഥവാ എൻ്റെ മാർക്ക് വെച്ച് അതിന് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ഏത് കോഴ്സിലേക്ക് നീങ്ങണം, അതും കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ഏത് കോഴ്സിലേക്ക്, അതും കിട്ടിയിട്ടില്ല പിന്നെ ഏത് കോഴ്സിലേക്ക്, അങ്ങനെ ഒരു 3, 4 കോഴ്സുകൾ നമ്മൾ പ്രയോറിറ്റി ലിസ്റ്റിൽ നമ്മളെ ലിസ്റ്റിൽ തയ്യാറാക്കിയിരിക്കണം. അപ്പം നേരത്തെ പറഞ്ഞ സൈറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ മുകളിൽ ഈ ലൈൻസ് ക്ലിക്ക് ചെയ്യുമ്പോൾ കോഴ്സസ് എന്നുള്ള ഓപ്ഷനിലേക്ക് വരിക.
ഇതിൽ നമ്മൾ ഈ സെലക്ട് കോഴ്സ് എന്നുള്ള ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള 4 വർഷ കോഴ്സ്, അതായത് UG ഹോണേഴ്സ് എന്ന് പറയുന്ന കോഴ്സാണ് നമുക്ക് കൂടുതൽ കുട്ടികളും സെലക്ട് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇൻറ്റഗ്രേറ്റഡ് PG കോഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ചില കുട്ടികൾ ഇൻറ്റഗ്രേറ്റഡ് PG കോഴ്സുകളും കൊടുക്കുന്നുണ്ട്. ഏതായാലും മറ്റു പ്രോഗ്രാംസ് ഇവിടെ കാണാൻ പറ്റും. നമ്മളിപ്പോൾ പോകുന്നത് 4 വർഷ UG പ്രോഗ്രാം എന്നുള്ളത് ക്ലിക്ക് ചെയ്യാനാണ്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ പിന്നീട് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രോഗ്രാം ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. സെലക്ട് പ്രോഗ്രാം ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഇവിടെ നന്നാക്കി നോക്കുക, നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രോഗ്രാം ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യാം. ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് ഇതിൽ. ഈ ഹോണേഴ്സ് എന്ന് പറയുന്നത് 4 വർഷ ഡിഗ്രിക്ക് പറയുന്ന പേരാണ്. അപ്പോൾ ഇതിൽ ഞാൻ ഉദാഹരണത്തിന് BCom ഹോണേഴ്സ് എക്സിസ്റ്റിംഗ് സ്പെഷ്യലൈസേഷൻ കോർപ്പറേഷൻ ഇതാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത് കരുതിക്കോ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട SF എന്ന് കാണുന്നതാണ്. ഇത് സെൽഫ് ഫിനാൻസിങ് കോഴ്സുകളാണ് കേട്ടോ. SF അതിന് ഫീസ് ഉണ്ടാവും, മറ്റേതിന് ഗവൺമെൻറ് ഫീസ് വരുന്നുണ്ട്, അതേപോലെ സെൽഫ് ഫിനാൻസിങ് ഫീസ് വരുന്നുണ്ട്. അപ്പം വ്യത്യാസം മനസ്സിലാക്കിയിരിക്കണം. ഇവിടെ നമ്മൾ പിന്നെ BCom ഹോണേഴ്സ് എക്സിസ്റ്റിംഗ് സ്പെഷ്യലൈസേഷൻ കോർപ്പറേഷൻ എന്നാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇത് ക്ലിക്ക് ചെയ്യുന്നു. പിന്നെ ജില്ല, പ്രധാനമായും കുട്ടികൾ കോഴിക്കോട് ജില്ല അല്ലെങ്കിൽ മലപ്പുറം ജില്ലക്ക് കീഴിലുള്ള സ്ഥാപനങ്ങളായിരിക്കും നമ്മൾ ഈ പരിസരങ്ങളിൽ പ്രതീക്ഷിക്കുന്നത്. അപ്പം ആദ്യമാണെങ്കിൽ മലപ്പുറം ജില്ല ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ നമ്മൾ നേരത്തെ തിരഞ്ഞെടുത്തിരിക്കുന്ന കോഴ്സ് എവിടെയൊക്കെയാണ് വരുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ ലിസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ബ്രാക്കറ്റിൽ എയ്ഡഡ് എന്ന് കൊടുത്തിരിക്കുന്നത് ആ സ്ഥാപനം എയ്ഡഡ് ആണ് എന്നുള്ളതാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞാൽ ആ സ്ഥാപനത്തിൽ ഈ കോഴ്സ് എയ്ഡഡ് ആണോ അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ് ആണോ എന്നുള്ളത് നമ്മൾ പിന്നെ വലത്തെ ഭാഗത്ത് കോഴ്സ് ടൈപ്പ് എന്നുള്ളതിൽ നോക്കണം. ചില ആൻഡ്രോയിഡ് ഫോണുകളൊക്കെ ചിലപ്പോൾ ഈ കോഴ്സ് ടൈപ്പ് എന്നുള്ളത് അവിടെ എയ്ഡഡ് ആണോ സെൽഫ് ഫിനാൻസിങ് ആണോ ചിലപ്പോൾ കാണാൻ സാധിച്ചു പോകുന്നില്ല. അപ്പം ഒന്ന് ഇടത്തോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്താൽ വലത്തെ ഭാഗത്ത് അതാണ് പ്രത്യക്ഷപ്പെടും. അപ്പോൾ അവിടെ എത്ര സീറ്റ് ഉണ്ട് എന്നുള്ളതും ഇവിടെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ചില എയ്ഡഡ് സ്ഥാപനങ്ങളിൽ തന്നെ എയ്ഡഡ് കോഴ്സും ഉണ്ടാവാം, സെൽഫ് ഫിനാൻസിങ് കോഴ്സ് ഉണ്ടാവാം. അപ്പോൾ നമ്മൾ ഈ ബ്രാക്കറ്റിൽ ഇവിടെ ഈ ചോപ്പ് കാണിക്കുന്നത് ബ്രാക്കറ്റിൽ എയ്ഡഡ് എന്നാണെങ്കിൽ പോലും വലത്തെ ഭാഗത്ത് കോഴ്സ് ടൈപ്പ് എന്നുള്ളിടത്ത് സെൽഫ് ഫിനാൻസിങ് എന്ന് കണ്ടാൽ അതിന് ഫീസ് ഉണ്ടാവുന്നത് മനസ്സിലാക്കണം. ഒരു ഉദാഹരണത്തിൽ കാണിക്കാം. ഇനി നമുക്ക് ഇവിടെ പോയിട്ട് പ്രോഗ്രാം സെലക്ട് ചെയ്യാൻ കഴിയില്ല. അപ്പം എന്ത് ചെയ്യണം, അടുത്തത് തിരയണമെങ്കിൽ ഇവിടെ ക്ലിയർ അടിക്കണം. ക്ലിയർ അടിച്ചാൽ മാത്രമേ നമുക്ക് വീണ്ടും സെർച്ച് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ വീണ്ടും ഇതുപോലെ 4 ഇയർ UG കൊടുക്കുന്നു. BBA കൊടുത്തു. നമുക്ക് മലപ്പുറം ജില്ല കൊടുക്കുന്നു, സെർച്ച് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ കണ്ടില്ലേ ആ കോഴ്സ് വന്നിരിക്കുന്നത് ഏതെല്ലാം കോളേജിലാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇവിടെ വലത്തെ ഭാഗത്തുള്ള കോഴ്സ് ടൈപ്പ് എന്നുള്ളത് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ഇടത്തോട്ട് ഇങ്ങോട്ട് നെക്കിട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ അത് കാണാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉദാഹരണത്തിന് മാർത്തോമ കോളേജ് ചുങ്കത്ര എയ്ഡഡ് കോളേജാണ് ബ്രാക്കറ്റിൽ കാണിക്കുന്നത്. 30 സീറ്റ് ഉണ്ട്. പക്ഷേ ഇങ്ങോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ മനസ്സിലാക്കാം നമുക്ക് കോഴ്സ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് സെൽഫ് ഫിനാൻസിങ് വിഭാഗത്തിലാണ്. അപ്പോൾ അതിന് ഫീസ് ഉണ്ടാവും. അപ്പോൾ ഈ എയ്ഡഡ് എന്നുള്ളത് മാത്രം നോക്കിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യരുത്. ഇങ്ങോട്ട് നീക്കിയിട്ട് കോഴ്സ് ടൈപ്പ് ഏതാണെന്നുള്ളത് കൂടി മനസ്സിലാക്കിയിട്ട് നമ്മളത് സെലക്ട് ചെയ്യണം. അല്ലെങ്കിൽ അവിടെ നമ്മൾ ഫീസ് കൊടുത്ത് പഠിക്കേണ്ട സിറ്റുവേഷൻ വരും. ഇനി നമുക്ക് ഇതേ കോഴ്സ് തന്നെ കോഴിക്കോട് ജില്ലയിൽ കണ്ടെത്തണമെങ്കിൽ നമ്മളിവിടെ സെലക്ട് പ്രോഗ്രാം എടുക്കാൻ കഴിയില്ല, നേരത്തെ പറഞ്ഞല്ലോ. ഇവിടെ മാറ്റിയിട്ട് കോഴിക്കോട് കൊടുത്തിട്ട് സെർച്ച് ചെയ്താൽ കിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഈ സെലക്ട് പ്രോഗ്രാം നേരത്തെ സെലക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ വീണ്ടും ക്ലിയർ കൊടുക്കുക. എന്നിട്ട് ഒരിക്കൽ കൂടി തൽക്കൊന്ന് സെലക്ട് ചെയ്തിട്ട് ജില്ല മാറ്റി കൊടുക്കുക. ഓരോ തവണയും ക്ലിയർ കൊടുത്തിട്ടേ നമുക്ക് വീണ്ടും സെർച്ചിലേക്ക് പ്രവേശിക്കാൻ കഴിയുള്ളൂ എന്നുള്ള പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കോഴ്സുകൾ എങ്ങനെയാണുള്ളത് കണ്ടെത്തുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കോളേജുകൾ വിവിധ തരമുണ്ട്. നേരത്തെ പറഞ്ഞ എയ്ഡഡ്, സെൽഫ് ഫിനാൻസിങ്, ഇവിടെ കാണുന്ന പോലെ യൂണിവേഴ്സിറ്റി സെൻറ്ററുകൾ, അങ്ങനെ വ്യത്യസ്ത തരം കോളേജുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതിൻ്റെ ഫീസുകൾ നമ്മൾ നേരത്തെ പറഞ്ഞു. പിന്നെ ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഫർദർ ഡീറ്റെയിൽസ് അറിയാൻ നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്താൽ ആ കോളേജിൻ്റെ അഡ്രസ്സ് ഇതിൽ കാണാൻ പറ്റും. അത് മിക്സഡ് ആണോ അല്ലെങ്കിൽ ലേഡീസിന് മാത്രമാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസബിലിറ്റീസ് ഉള്ള കേൾവിക്കുറവ്, കാഴ്ചക്കുറവ് അങ്ങനെ എന്തെങ്കിലും ഉള്ളവർക്കുള്ളതൊക്കെ അതിൻ്റെ പേരിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അവിടുത്തെ ഓഫീസിൻ്റെ അഡ്രസ്സ് ഉണ്ടാവും, ഫോൺ നമ്പർ ഉണ്ടാവും, ബോയ്സ് ഹോസ്റ്റൽ, ഗേൾസ് ഹോസ്റ്റൽ, അതായത് ഹോസ്റ്റലിൻ്റെ ലഭ്യത ഉണ്ടാവും, അതിൻ്റെ റൂട്ട് മാപ്പ്, ലൊക്കേഷൻ കാര്യങ്ങൾ, നമ്മൾ യാത്രാ സൗകര്യം മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിക്കണമല്ലോ. കുറച്ച് ദൂരമുള്ളതാണെങ്കിൽ ബസ്സിന് പോയി വരാൻ പറ്റുന്നതാണോ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കേണ്ടതാണെങ്കിൽ അവിടെ ഹോസ്റ്റൽ ലഭ്യത ഉണ്ടോ, പ്രൈവറ്റ് ഹോസ്റ്റൽ നമ്മൾ എടുക്കേണ്ടി വരും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടി വരും. അപ്പോൾ ഇതിൽ കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ആ കോളേജിൽ വേറെ ഏതെല്ലാം കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൂടി മനസ്സിലാക്കാൻ ഇവിടെ ഓപ്ഷൻ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ബന്ധപ്പെടാനുള്ള അവിടുത്തെ നോഡൽ ഓഫീസർമാരുടെ നമ്പറും ഇതിൽ കാണാൻ പറ്റും. ഇനി നേരത്തെ പറഞ്ഞ 1% വിദ്യാർത്ഥികളുടെ കാര്യത്തിലേക്ക് വരാം. അതായത് അവർക്ക് ഇന്ന സബ്ജക്റ്റ് അല്ലെങ്കിൽ ഇന്ന കോഴ്സ് എന്നുള്ളൊരു ധാരണ ഉണ്ടാവില്ല. അവർക്ക് ഏതെങ്കിലും ഒരു വിഷയം പഠിച്ചാൽ മതി, അടുത്തുള്ള ഏതെങ്കിലും കോളേജിൽ യാത്രാ സൗകര്യം കാര്യങ്ങളൊക്കെ ഉള്ള ഏതെങ്കിലും ഒരു കോളേജിൽ ഏതെങ്കിലും ഒരു ഡിഗ്രി പഠിച്ചാൽ മതി എന്നുള്ള ചിന്താഗതിയുള്ള 1% കുട്ടികളുണ്ടാവും. അവർക്ക് കോളേജ് എവിടേക്കാണെന്നുള്ളത് കണ്ടെത്താനുള്ള ഓപ്ഷനാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞ സൈറ്റിൽ മുകളിൽ ഈ 3 ലൈൻസ് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ കോളേജ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്താൽ
ഇങ്ങനൊരു ഇൻ്റർഫേസിലാണ് വരുന്നത്. നേരത്തെ പറഞ്ഞല്ലോ വിവിധ തരം കോളേജുകളെ കുറിച്ച്. അപ്പോൾ അതിൽ ഏതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഗവൺമെൻറ് കോളേജ് ഉണ്ട്, എയ്ഡഡ് ഉണ്ട്, ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് ഉണ്ട്, സെൽഫ് ഫിനാൻസിംഗ് ഉണ്ട്, യൂണിവേഴ്സിറ്റി സെൻറ്റർ, വുമൻസ് കോളേജ്, ഡിപ്പാർട്ട്മെൻറ്റ് കോളേജുകൾ. അപ്പം ഇതെല്ലാം നമുക്ക് ഈ ഫിൽറ്റർ ക്ലിക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ അറിയാൻ പറ്റും. ഈ ഗവൺമെൻറ് നിന്ന് ക്ലിക്ക് ചെയ്താൽ ഗവൺമെൻറ് കീഴിൽ വരുന്നത് മാത്രമേ കാണിക്കുള്ളൂ. ഞാനിപ്പോൾ ഓൾ എന്നുള്ളത് തന്നെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഈ ടാഗ് നമ്മൾ ശ്രദ്ധിക്കണം. സെൽഫ് ഫിനാൻസിംഗ് നീലയിൽ കാണിച്ചിരിക്കുന്നത് സെൽഫ് ഫിനാൻസ് ആണ്. സെൽഫ് ഫിനാൻസിങ് ഈ പിങ്ക് കളറിൽ കൊടുത്തിരിക്കുന്നത് വുമൻസിനുള്ളതാണ്. അപ്പോൾ പിങ്ക് കളറും ഡിനോട്ട് ചെയ്യുന്നത് വുമൻസിന് വേണ്ടിയിട്ടുള്ള സ്ഥാപനങ്ങളാണ്. പിന്നെ മഞ്ഞയിൽ എയ്ഡഡ് എന്നുള്ളത് എയ്ഡഡ് സ്ഥാപനങ്ങളാണ്. ഗവൺമെൻറ് എന്ന് കാണിച്ചിരിക്കുന്നത് ഗവൺമെൻറ് സ്ഥാപനങ്ങളാണ്. പിന്നെ യൂണിവേഴ്സിറ്റി സെൻറ്റർ, യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള സെൻറ്ററുകളുണ്ട്. അതിൽ തന്നെ വുമൻസിന് വേണ്ടിയിട്ടുള്ളതുണ്ട്. അതുപോലെ ജനറൽ ആയിട്ടുള്ള, അതായത് ബോയ്സിനും ഗേൾസിനും വേണ്ടിയിട്ടുള്ളതുണ്ട്. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന ഈ വ്യത്യസ്ത കളറുകളിൽ കൊടുത്തിരിക്കുന്ന ലേബലുകൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഏതായാലും നമ്മളൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകണം. ഉദാഹരണത്തിന് അൻവാറുൽ ഇസ്ലാം അറബിക് കോളേജ് എയ്ഡഡ് സ്ഥാപനം. അത് ക്ലിക്ക് ചെയ്യാൻ അതിന്മേൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഏതെല്ലാം കോഴ്സുകളാണ് എന്നുള്ളതും അതിൻ്റെ കോഴ്സ് ടൈപ്പ് എയ്ഡഡ് ആണോ സെൽഫ് ഫിനാൻസിംഗ് ആണോ എന്നുള്ളതും നമുക്ക് ഇവിടെ അറിയാൻ പറ്റും. നേരത്തെ പറഞ്ഞുള്ള ചില എയ്ഡഡ് സ്ഥാപനങ്ങൾ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകൾ കൂടി ഉണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മൾ എയ്ഡഡ് സ്ഥാപനം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ കോഴ്സ് ടൈപ്പ് എന്നുള്ളത് ഏതാണെന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയാണ് അവിടെ ഏതെല്ലാം കോഴ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിൽ മോർ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്താൽ ആ സ്ഥാപനത്തിൻ്റെ വിവിധ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ ഹോസ്റ്റലിൻ്റെ ലഭ്യത, അത് മിക്സഡ് ആണോ അല്ലെങ്കിൽ പിന്നെ അവിടുത്തെ ഇൻടേക്ക് എങ്ങനെയാണുള്ളത്, അതായത് ബോയ്സിനും ഗേൾസിനും അതുപോലെ സീറ്റുള്ളതാണോ, അവിടുത്തെ ഫോൺ നമ്പർ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നത്, ലൊക്കേഷന്, മറ്റു കോഴ്സുകൾ, നോഡൽ ഓഫീസറെ ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ, എന്തെങ്കിലും ഡൗട്ടിൻ്റെ കാര്യങ്ങൾ ചോദിക്കാൻ പറ്റും, ഹോസ്റ്റൽ ലഭ്യമാണോ, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന കോഴ്സ് ഓരോ ജില്ലയും എടുത്തിട്ട് മലപ്പുറം ജില്ല ആദ്യം കൊടുക്കുന്നു, പിന്നെ കോഴിക്കോട് ജില്ല കൊടുക്കുന്നു. അങ്ങനെ ഓരോ ജില്ലയിലും എവിടെയെല്ലാം ഉണ്ട് അവിടത്തേക്കുള്ള യാത്രാ സൗകര്യം, ഹോസ്റ്റൽ ലഭ്യത, മറ്റു കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്ത് അതുപോലെ പിന്നെ ആ കോഴ്സ് നേരത്തെ പറഞ്ഞ പോലെ പ്രത്യേകം ശ്രദ്ധിക്കണം. എയ്ഡഡ് സ്ഥാപനമാണെങ്കിൽ പോലും അവിടെ എയ്ഡഡ് ഉണ്ടാവും, സെൽഫ് ഫിനാൻസിംഗ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നോക്കി മനസ്സിലാക്കി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പേനയും ബുക്കും എടുത്തിട്ട് എന്ത് ചെയ്യുക, ലിസ്റ്റ് അവിടെ നമ്മൾ ക്രമീകരിച്ച് വെക്കുക. നമ്മൾ എവിടെയെല്ലാം കോഴ്സുകൾ ഏതെല്ലാം കോളേജുകൾ ഉണ്ട് എന്ന് അവിടെ എഴുതി വെക്കുക. അവസാനം നമുക്കിതെല്ലാം ഒരു പ്രയോറിറ്റി ലിസ്റ്റ് ആക്കേണ്ടതുണ്ട്. അത് ആദ്യം ഏത് സ്ഥാപനം കൊടുക്കണം, കിട്ടിയാൽ പോകുമെന്ന് ഉറപ്പുള്ള ഏറ്റവും താല്പര്യമുള്ള മികച്ച കോളേജ് നോക്കി ആദ്യം കൊടുക്കണം. താല്പര്യമില്ലാത്തത് ഒരിക്കലും മുകളിൽ കൊടുക്കരുത്. അതുപോലെ സെൽഫ് ഫിനാൻസിംഗ് എപ്പോഴും താഴെ കൊടുക്കണം നല്ലത്. സെൽഫ് ഫിനാൻസിംഗ് മുകളിൽ കൊടുത്താൽ കിട്ടാൻ സാധ്യത കിട്ടുകയാണെങ്കിൽ അവിടെ പോകേണ്ടി വരും. അപ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞാൽ നമുക്ക് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് ഒരു ഓപ്ഷൻ കിട്ടിയാൽ 20 ഓപ്ഷൻ വരെ കൊടുക്കാമെന്ന് പറഞ്ഞല്ലോ. അതിൽ നമുക്ക് 15ാമത്തെ ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ താഴെക്കുള്ളതെല്ലാം ഓട്ടോമാറ്റിക് ക്യാൻസൽ ആയി പോകും. 15ന് മുകളിലേക്കുള്ളത് പിന്നെ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഒരിക്കലും താല്പര്യമില്ലാത്തത് മുകളിൽ കൊടുത്താൽ അവിടെ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ താഴെയുള്ളത് ക്യാൻസൽ ആയി പോകുമ്പോൾ അയ്യടാ എൻ്റെ താഴെയുള്ളതായിരുന്നു എനിക്ക് വേണ്ടത്, അതാണ് കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ പിന്നെ ഓപ്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മുൻഗണനാ ക്രമത്തിൽ കിട്ടിയാൽ പോകാൻ താല്പര്യമുള്ള നല്ല കോളേജ്, നല്ല കോഴ്സ് നോക്കിയിട്ട് ആദ്യം ആ ഓർഡറിൽ ക്രമീകരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.